എല്ലാവരോടും പറയണം. കച്ചവടമൊക്കെ വരും. അന്തരീക്ഷം നന്നായി കച്ചവടം. എല്ലാവരോടും പറയണം. 5 വർഷത്തേക്ക് പരീക്ഷണമായിട്ട് ഞാൻ ഉണ്ടാവും. അവരവിടെ ചായ കഴിച്ചു ഭയങ്കര ഇഞ്ചി 3 മണി. ഇതൊരു 2 കിലോ എടുക്കും. ചമ്മന്തിക്ക് കൊടുക്കാം. എടുത്ത് കൊടുത്തേക്ക് വന്നേ. കൈതാ. എല്ലാവരോടും പറയണം. കച്ചവടമൊക്കെ വരും. അന്തരീക്ഷം നന്നായി കച്ചവടം വരും. ആ അന്തരീക്ഷം നന്നാക്കുന്ന ജോലിയാണ് എൻ്റെ. അതെന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്തു തരും. അതിന് തെളിവാണ് ആ കാണും. തന്ന വാക്ക് പാലിച്ചാൽ 5 വർഷം തന്നാൽ അതിന് എത്രയോ വരും കേട്ടോ. മതി മതി. ആരും അവരവരുടെ രാഷ്ട്രീയം മറക്കണ്ട, വിട്ടുവരണ്ട, ഒന്നും വേണ്ട. വോട്ട് തന്നാൽ 5 വർഷം നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെ അവിടെ ചോദിക്കും. സംഭവിക്കും. ഞാൻ കാരണക്കാരനാണ്. അത്രയും ഞാൻ പറഞ്ഞു. 5 വർഷം കൊണ്ട് തെളിയിച്ചു വരാൻ ഒരു MP എങ്ങനെ പ്രവർത്തിക്കണം. ഇത് കേൾക്കുന്ന ചില കൃമികൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, 6 വർഷം രാജ്യസഭയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു ഞാൻ കാണുന്നുണ്ട്. ഇവിടെ വന്നിട്ടൊന്ന് നോക്കാൻ പറ. ഇതാര് ചെയ്തു? അപ്പൊ ഇതൊന്നുമല്ലാന്ന് എനിക്കറിയാം. മൊത്തം ഇവിടുത്തെ ഗ്രോസറി, ഫിഷ്, ഫ്ലവർ, വെജിറ്റബിള്, അങ്ങനെ എല്ലാ കച്ചവടങ്ങൾക്കും ഒരു ഓപ്പൺ മാർക്കറ്റ് ഹബ്. ഇതാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും. അതിലെത്ര ശതമാനം കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരും. ഇത്രയും കാലം തൃശ്ശൂർ ജയിച്ചു പോയ MP-മാരുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഞാൻ പ്രവർത്തിക്കും. ഇതിനപ്പുറം ഒരു വാഗ്ദാനം എനിക്ക് തരാനില്ല. മാർക്കറ്റ് മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾ. ഓക്കെ അല്ലേ? താങ്ക് യു. കരിക്ക് കച്ചവടക്കാരനാണ്. ഞാൻ കുറച്ച് ഷുഗർ ബാക്കിൽ വെട്ടിയെടുക്കാം. 5-6 വെട്ടിക്കാം. ചേട്ടാ അതുകൊണ്ട് കൊടുത്തു. രഘുണ്ട് ചേച്ചിയും കൊടുക്കും. അതെല്ലാം മുഖ്യമന്ത്രി, ആ ഗോവിന്ദമാഷ്, ഇവരെല്ലാം നിങ്ങൾ ജയിപ്പിച്ച് കേരളത്തിൽ ഇരുത്തിയിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ്. അത് അവർ തന്നെ ചെയ്യും. അതിന് എത്ര വിരട്ടിയാലും ശരി തന്നെ, എത്ര ക്രമീകരണങ്ങൾ എതിരെ വന്നാലും ശരി തന്നെ, ഇത് ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത് അവരുടെ ഉത്തരവാദിത്വമല്ല എന്നവരൊരു മറുപടി പറയണ്ട.
ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു എന്ന് ചോദിച്ച പലർക്കും ഞാൻ ഇട്ടിട്ടുണ്ട്. കണക്ക് വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന്. ഒരു അംബാനിയുടെയും ഒരു അദാനിയുടെയും നയ പൈസ ചില്ലി കാശ് എൻ്റെ അക്കൗണ്ടിൽ വന്നത് തെളിയിച്ചു തന്നാൽ ഞാൻ കേരളം വിട്ടുതരാം. കേട്ടോ, ഞാൻ എൻ്റെ അധ്വാനമാണ്. എനിക്ക് കുടുംബം നോക്കണം, ഒരുപാട് കാര്യങ്ങളാണ് അല്ലേ? വേണ്ടേ? കുടുംബം നോക്കാത്തവനെ രാജ്യത്തിന് വേണോ? ഡിഗ്രിക്ക് കൂടെ പഠിക്കാണ്. ഞാൻ ഡിഗ്രിക്ക് അവിടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഇഷ്ടം കൊണ്ട് ഡിഗ്രി കോളേജിൽ ഫോണെ ഫ്രീഡായിട്ട് നമ്മുടെ വീട്ടിൽ വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോടീശ്വരനില്ല. അതെ ഇവിടെ പെരുന്നാളിലാക്കി. ഓ